കൂട്ടുകാരെ, ഇന്ന് നമ്മൾ വെക്കുന്നത് നാടൻ ചിക്കൻ തീയലാണ് വെക്കുന്നത്. അതിന് വേണ്ടത് ചിക്കൻ, ഉള്ളി കൊത്തി അരിഞ്ഞത്, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി കൊത്തി അരിഞ്ഞത്, പച്ചമുളക്, തേങ്ങാപ്പാൽ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി. ഇത്രയും മതി കേട്ടോ. ഇത്രയും സാധനം. പിന്നെ കടുക്, വെളിച്ചെണ്ണ. നമ്മൾ വെളിച്ചെണ്ണ ഇപ്പോൾ ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട് ചട്ടിയിൽ. ഇനി കടുകിടുക കേട്ടോ. കടുകിട്ടു. ഇനി ചൂടാവട്ടെ. ഇത് ഞാൻ ഒരു പ്രാവശ്യം യൂട്യൂബിലേക്ക് വേണ്ടി ഇട്ടതാണ്. വെച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും ചോദിച്ചു ഒന്നും കൂടെ വെക്കുമെന്ന് ചോദിച്ചു. അതുകൊണ്ട് പിന്നെ ഒന്നും കൂടെ വെക്കുന്നത് കേട്ടോ. അപ്പോൾ കടുക് പൊട്ടി തുടങ്ങി. നമുക്ക് ഉള്ളി ഇടണം. വേറെ കൂട്ട് മസാലകളൊന്നും ചേർക്കില്ല. ഈ 3 കൂട്ട് സാധനങ്ങളേ ഉള്ളൂ. മസാലപ്പൊടി അങ്ങനത്തെ ഒന്നും ഇടുന്നില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ് ഉള്ളി ഇടുന്നത്. ഇത് വാടി വരുമ്പോൾ നമുക്ക് തക്കാളി ഇടണം, വെളുത്തുള്ളി ഇടണം. കൊത്തി അരിഞ്ഞാലും പെട്ടെന്ന് ആയിക്കോളും. വേണമെങ്കിൽ ഉപ്പിടാം കേട്ടോ. ഇച്ചിരി ഉപ്പിടാം, നമുക്കൊന്ന് പെട്ടെന്ന് ആയിക്കോളുമല്ലോ. ചട്ടിയിലാട്ടോ വെക്കുന്നത്. കുക്കറിലൊന്നും അല്ല വെക്കുന്നത്, ചട്ടിയിൽ. നാടൻ ചിക്കൻ തീയിലല്ലേ വെക്കുന്നത്. അപ്പം നാടൻ പോലെയായിട്ട് അരി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ ഇടാം. ഇഞ്ചിയും വെളുത്തുള്ളി കൊത്തി അരിഞ്ഞത്, തക്കാളി 2 തക്കാളി കേട്ടോ. കൂട്ടുകാർ ഇതൊക്കെ വെച്ച് നോക്കണം കേട്ടോ, വെക്കുന്നതല്ല. അങ്ങനെ പച്ചമുളകിടാം. ശരിക്കും വാടി വന്നു കേട്ടോ. കാണുന്നില്ലേ, പാടുന്നുണ്ട്. നന്നായിട്ട് വാടി കഴിയുമ്പോൾ നമുക്ക് ഇനി മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇടാം. എന്നിട്ട് ചിക്കനും ഇട്ട് ശരിക്കാക്കിയിട്ട് തേങ്ങാപ്പാലും പിഴിഞ്ഞ് വെക്കാം. അരമുറി തേങ്ങ കേട്ടോ. അരമുറി തേങ്ങേൻ്റെ പാലാണ്. നല്ല മണമൊക്കെ വരുന്നുണ്ട് വെളുത്തുള്ളിയൊക്കെ വാടുന്നുണ്ട്. നമുക്ക് കരിയാപ്പില ഇടാം. നമ്മുടെ ഇവിടെ നട്ടിട്ടുണ്ട്, അപ്പോൾ ഇഷ്ടംമാതിരി ഉണ്ട്. വാരിക്കോരി ഇടാം. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, നമുക്കൊരു കുഞ്ഞ് സ്പൂണല്ല, അപ്പം 4 സ്പൂൺ ഇടാം കേട്ടോ. 4 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. അതിന് തീ കുറച്ച് വെച്ചേക്കും കേട്ടോ, അതിൽ കരിഞ്ഞു പോകും. പിന്നെ മുളക് പൊടി 2 സ്പൂൺ മുളക് പൊടി, കുരുമുളക് പൊടി 1.5 സ്പൂണ്. ഇനി ഇത് നന്നായിട്ട് ഇളക്കണം. ഇച്ചിരി എണ്ണ കുറവാണെന്ന്, ഇച്ചിരി എണ്ണ ഒഴിക്കാമേ.
എണ്ണ ഇച്ചിരി കുറവായിരുന്നു, കുറച്ചല്ലേ ഒഴിച്ചുള്ളൂ. തീ കൂട്ടി വെക്കാം. ഇനി മൂക്കട്ടെ. പൊടികളെല്ലാം മൂത്ത് കഴിഞ്ഞിട്ട് മൂത്തിന് നമുക്ക് ചിക്കൻ വാരിയിടാം. അങ്ങനെ ചിക്കൻ ഇട്ട് ശരിക്കും ഇളക്കണം. ഇനി നമുക്ക് പ്രധാന സാധനം ഒഴിക്കണം, തേങ്ങാപ്പാൽ. ആവശ്യം നോക്കി നോക്കി ചേർത്താൽ മതി കേട്ടോ. കുറച്ച് കരിവേപ്പിലയും കൂടെ ഇടാം അതിന് മേലെ. ലേശം ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിതിട്ട് മൂടി വെക്കാം കേട്ടോ. വേവട്ടെ. നമുക്ക് കറിയിൽ ഇളക്കിയിട്ടാലോ? നേരം വെച്ചതല്ലേ, നന്നായിട്ട് തിളക്കുന്നുണ്ട് കേട്ടോ. ആയിട്ടില്ല, തിളച്ച് മറിയുന്നുണ്ട്. വേവട്ടെ, മൂടി വെക്കാം. കൂട്ടുകാരെ, നമുക്ക് കറി തുറന്ന് നോക്കാം. അടിപൊളി. എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സെറ്റായി കേട്ടോ. കുറുകിയ നല്ല ഇതുണ്ടോ, ഇങ്ങനെ വേണം. ഇനി നമുക്ക് ഇത് വാങ്ങി വെച്ചിട്ട് കടുക് പൊട്ടിക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് കപ്പ വെച്ചിട്ടുണ്ട് കേട്ടോ അടുപ്പത്ത്. പിന്നെ കപ്പയും ചിക്കനും ആക്കാമെന്ന് ഓർത്തുണ്ട്. കുറച്ച് ഉള്ളി വാട്ടണം, വാട്ടിയിടാം. കടുക് പൊട്ടിച്ച് നമ്മൾ ഇടൂല്ലേ. പത്തലമുളകില്ല, പത്തലമുളക് ഇടുവാണെങ്കിൽ നല്ലതാട്ടോ. ഇത്രയും നോക്കണ്ടാണ്. നോക്കട്ടെ. ഈ കടുക് പൊട്ടിച്ചിട്ടാൽ ഉള്ളിയും കൂടെ ഇതിട്ടാലാണ് ടേസ്റ്റ് നമ്മുടെ നാടൻ ചിക്കൻ തീയലിന് വരുന്നത്. കരിയാപ്പില ഇടുക കേട്ടോ. കരിയാപ്പില ഇഷ്ടമാതിരിയുള്ളതിൻ്റെ വാരിക്കോരി ഇടില്ല. നമുക്കിതിലേക്ക് ഇടാം. ഇവിടെ കറി സെറ്റായിട്ട് നമുക്കിത് മൂടി കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം. ഇനി കപ്പ ഊറ്റിട്ടെ, എന്നിട്ട് ബാക്കി കാണിക്കാം. കപ്പ ഊറ്റി, വെള്ളം ഊറ്റി. ഇനിയിപ്പോൾ നമുക്ക് അതിന് വേണ്ട നിങ്ങൾക്കറിയാമല്ലോ കപ്പയ്ക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന്. തേങ്ങ, കാന്താരി, കരിയാപ്പില, ലേശം ചെറിയുള്ളി, ലേശം വെളുത്തുള്ളി, ഇച്ചിരി ജീരകം എല്ലാം കൂടി ഇട്ട് ഒതുക്കിയെടുക്കും. മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒതുക്കിയിട്ട് അതിലേക്ക് ചേർക്കുക. ഉപ്പും ചേർക്കണേ. ഇത് ആവി കയറാൻ വേണ്ടി വെക്കാം. ആവി കയറട്ടെ കേട്ടോ, എന്നിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഇളക്കിയെടുക്കാം കേട്ടോ. ഇച്ചിരി വേവ് കുറവാണ്. ഇത് ശരിക്കും അങ്ങ് വേവാത്തൊരു സുഖമില്ലാത്തൊരു കപ്പയാണ്. സാരമില്ല, നമുക്കങ്ങ് ഒപ്പിക്കാം അല്ലേ. ഞാൻ ഇത് ശരിക്കും ഇളക്കി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കപ്പ സെറ്റായി കേട്ടോ. കുഴച്ച് പുഴുങ്ങി ഞാനത് ഇടിച്ച് ശരിയാക്കി. ഉപ്പുണ്ടോ നോക്കട്ടെ. ഉണ്ട്. ഇനി ബാക്കി നമുക്ക് ചിക്കനും നാടൻ ചിക്കൻ തീയിലും കപ്പയും കൂടെ കൂട്ടി കഴിക്കുന്ന കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ കറി ഇതെല്ലാം ആക്കി ഇനി അമ്മയ്ക്ക് കൊടുത്തു നോക്കാം. എങ്ങനെയുണ്ടെന്ന് അമ്മേൻ്റെ അഭിപ്രായം കേട്ട് നോക്കാം നമുക്ക്.
അമ്മ കഴിച്ചു നോക്കിയിട്ട് പറയട്ടെ. കഴിച്ചു നോക്കട്ടെ ഇനി എന്തെന്ന്. നല്ലതാണോ? അങ്ങനെ അമ്മയ്ക്ക് കൊടുത്തു. അമ്മ നല്ലതാണെന്ന് പറഞ്ഞു, നല്ല അഭിപ്രായം കാട്ടി. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി ഇനിയും വരാം കൂട്ടുകാരെ.